ഇന്റർവ്യൂവിന് വന്നവരെ ഓരോരുത്തരായിട്ട് അകത്തോട്ട് വിട്. ശരി സാറേ. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. ഹലോ, ആ ഞാനാണ് സാറേ. സാറേ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സാറ് കൃത്യമായി ഇവിടെ കൊണ്ടെത്തിച്ചാലേ അത് വലുതാക്കി തരേണ്ടത് എന്റെ കടമയാണെന്നേ. ഞങ്ങളുടെ ചാനലിൽ തരാതെ വേറെ ഏതെങ്കിലും ചാനലിൽ കൊണ്ടുപോയി കൊടുത്താലുണ്ടല്ലോ അത് പിന്നെ നോക്കണ്ട. പിന്നെ സാറിന്റെ ഇഷ്ടം ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. ഞങ്ങൾക്ക് വേറെ ആരെങ്കിലും കിട്ടാതിരിക്കില്ല. ഓ, അങ്ങനെയാണോ? നമസ്കാരം, 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 നമസ്കാരം. എന്തിനാടോ ഇത്ര നമസ്കാരം? ടിവിയിലെ നിങ്ങൾ പലതരം നമസ്കാരമല്ലേ ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരു സ്റ്റൈൽ എടുത്തോ സാറേ. വരുന്നവർക്ക് ഇരിക്കാൻ വേണ്ടിയാ കസേര ഇരിക്കണം. എടോ, എന്തിനാ ഇത്രയും ചുറ്റി ചുറ്റുന്നത്? ചുറ്റി ആ കസേരയുടെ സ്ക്രൂ വല്ലം പോയാലുണ്ടല്ലോ. മര്യാദക്ക് ഇരിക്കുക അവിടെ. അതൊക്കെ എനിക്കറിയാം സാറേ. ഇതിൽ ഒരുപാട് പേര് ഇരുന്നിട്ടുണ്ടാവും, ഒരുപാട് പൊടി പിടിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഇതിൽ ഞാൻ ഇരിക്കത്തില്ല. ഞാൻ നിന്നോണ്ട് സംസാരിച്ചോളാം. നിനക്ക് എന്താ വേണ്ടത്? ജോലി വേണം. ചാനലിൽ വന്ന് ജോലി ചോദിക്കുന്ന നിനക്ക് എന്ത് ജോലിയാ ചെയ്യാൻ അറിയാവുന്നത്? നല്ലോണം വായിക്കും. എനിക്ക് മനസ്സിലായില്ല. PP വായിക്കും, ചെണ്ട വായിക്കും, ന്യൂസ് വായിക്കും, സൂര്യ മ്യൂസിക് വായിക്കും. അത് മാത്രമല്ല സാർ, കോമഡി ചാനലും വായിക്കും. സാറേ, എല്ലാ ആർട്ടിസ്റ്റിനെ പോലെ ഞാനും മിമിക്രി ഒക്കെ ചെയ്യും സാർ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഇതൊന്നും അല്ല സാർ, ഓടക്കൊള്ളും നല്ലോണം വായിക്കും. അപ്പൊ ഇവൻ വലിയ കലാകാരനാണെന്ന് ഇവൻ ആലോചിക്കുന്നത് കണ്ട നമുക്ക് ജോലി കിട്ടുന്ന തോന്നുന്നത്. ഒന്ന് വായിച്ചേ. ഇപ്പൊ നോക്കിക്കോണേ സാർ, നല്ലോണം ശ്രദ്ധിച്ച് കേട്ടോണേ സാർ. ഒരു തരം മാത്രം കണ്ണിൽ, ഒരു തരം മാത്രം ചുണ്ടിൽ. പരദേശി, പരദേശി, പരദേശി. എടാ, നിന്നോട് ഇതൊന്ന് വായിക്കാൻ പറഞ്ഞാൽ നീ പാടിക്കൊണ്ടിരിക്കുകയാണോ? എന്റെ സാറേ, ഇപ്പോഴൊക്കെ ടിവിയിൽ ആരാ സാറേ വായിക്കുന്നത്? വായിൽ വെച്ചോണ്ട് വായിക്കാൻ പറഞ്ഞാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ലേ സാർ വായിക്കുന്നത്. ശരി, നീ ഏത് ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? പേടിപ്പിക്കുന്ന ചോദ്യമാണല്ലോ ചോദിക്കുന്നത്. 3, 2, 1. എന്താ ഇത്? വിദ്യാഭ്യാസം ചോദിച്ചപ്പോ ഇവൻ ഉറങ്ങുകയാണല്ലോ. വിദ്യാഭ്യാസം ചോദിച്ചാൽ എന്തിനാടാ ഉറങ്ങുന്നേ? ഇതൊക്കെയാ സാറേ ഞാൻ സ്കൂളിൽ പഠിച്ചത്. പ്രൈം ടൈം ഇല്ല, പ്രൈം ടൈമിന് ഇനി 20 മിനിറ്റ് ഉണ്ടല്ലോ. ആ ചൂ. ഹലോ മാഡം, ആരാ സംസാരിക്കുന്നത്? ശബ്ദം കേട്ടു. അറിയില്ലല്ലോ. വീട്ടിൽ ആരും ഇല്ലെന്ന് തോന്നുന്നു. ആരെയും ഒന്നും കാണുന്നില്ലല്ലോ. ഒന്നും മിണ്ടാതിരിക്കടി, എനിക്കെന്തോ വല്ലാതെ പേടിയാവും. അവിടെ അമ്മ എങ്ങോട്ടാ പോയത്? അതേ വന്നടിയോള്. എന്താ എല്ലാവരും ഇവിടെ നിന്ന് കളഞ്ഞ് അകത്തേക്ക്? വീട്ടിലൊരു ബോംബ് പൊട്ടുന്ന ശബ്ദം കേട്ടു. അതുകൊണ്ടാ ഞങ്ങൾ ഓടി വന്നത്. മലർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. മലർ, അയ്യോ എന്താ ശബ്ദം കേട്ട് വരുമായിരുന്നു. ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് പെണ്ണവിടെ പോയി. ഇവനെവിടെ പോയി? മലർ, മലർ, നിങ്ങൾക്കൊരു നല്ലൊരു മ്യൂസിക് സെൻസ് ഉണ്ട്. എടി, ഞാൻ നിന്നോട് എന്താ പറഞ്ഞു പോയത്? ഞാൻ നിന്റെ അടുത്ത് എന്താ പറഞ്ഞു പോയത്? കുക്കറിൽ 3 വിസിൽ വന്ന ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്തുകൊണ്ട് ഓഫ് ചെയ്തില്ല? 5 മിനിറ്റിൽ പ്രോഗ്രാം കഴിയും. ഞാൻ വരാം. ആരെങ്കിലും ഉണ്ടാവുമോ? മണ്ണൊക്കെ TV അവിടെ ഗ്യാസ് പൊട്ടി വീട് മൊത്തം നശിച്ചേനെ. നീ പുറത്തിറങ്ങി നോക്ക്, എത്ര പേരെ പുറത്ത് നിൽക്കുന്നെന്ന്. ഇത്രയും ശബ്ദം കേട്ടിട്ട് നിനക്ക് കേട്ടില്ലേ? ഇതിനൊക്കെ ഞാനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ട്. ഈ TV തല്ലി പൊട്ടിച്ചല്ല ശരിയാവും. മനുഷ്യനെ തീ തെറ്റിപ്പിക്കാം. വൃത്തികെട്ട TV ഫോൺ വന്നിപ്പോ സമാധാനം ഇല്ലണ്ടായി. നല്ല ഡിസൈനുള്ള ലേഡീസിന്റെ ഡ്രസ് എല്ലാം ഈ ഭാഗത്ത് വെക്ക്. ഇവിടെ ജെന്റ്സിന്റെ. ശരി സാറേ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്. ദീപാവലി വരികയാണ്. ലേഡീസിനെ ആകർഷിക്കാൻ വേണ്ടി ലേഡീസിന് ആവശ്യമുള്ളതെല്ലാം ഓർഡർ ചെയ്യോ. ഓക്കെ സാർ. എല്ലാ ബ്രാഞ്ചും പിക്കപ്പ് ആയിരിക്കണം. അതുപോലെ ഇതുമാകണം. ശരി സാർ. വേണ്ടതെല്ലാം ചെയ്യും. എടാ അറിവേ, 4 കൊല്ലമായിട്ട് നീ ആ മലരിനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ വിഡ്ഢിയാക്കുന്നേ? അറിവ് വരുന്നുണ്ട്. ശരിയാണല്ലോ. എന്താടാ ഒരു തീരുമാനം? എടി, അവൻ എന്തോ വല്ലാത്ത ഫീലിംഗുമായിട്ടാ വരുന്നത്. എടാ നീ ശ്രദ്ധിച്ചോളണേ. ഓ പിന്നെ വലിയ കമലഹാസനല്ലേ ഫീലിംഗ്സ് ആയിട്ട് വരാൻ. എന്തിനടി അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഹായ് മലർ, ഞാൻ പൊയ്ക്കോട്ടെ? വരണ്ട, ഒന്ന് പോയേ. മലർ, അയ്യോ പോ പ്ലീസ്.
ചെറിയ കുട്ടികളെ പോലെ എപ്പോഴും എന്നെ തന്നെ വന്നിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലതൊന്നും കൊടുക്കാൻ വേണ്ട. അവന് അത്ര ഇഷ്ടമാടി. ടോർച്ചർ അടി ഇത്. എഴുന്നേക്കടാ. നമസ്കാരം മാസ്റ്റർ. എന്താ വേണ്ടേ? എന്റെ ഭർത്താവ് ഇന്നലെ വെള്ളം അടിച്ചിട്ട് വന്ന് വീട്ടിലുണ്ടായിരുന്ന ടിവിയും ഫ്രിഡ്ജും ഒക്കെ പൊട്ടിച്ചു കളഞ്ഞു. അത് മാത്രമല്ല, ഞങ്ങളെ എല്ലാവരെയും വല്ലാതെ ഉപദ്രവിച്ചിട്ടാ പോയത്. എന്റെ ഭർത്താവിനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കണം. ഒരു കരാട്ടക്കാരന് വേണ്ട യോഗ്യത എന്താണെന്ന് നിനക്കറിയോ? അടുക്കും ചിട്ടയാണ്. അത് നിനക്കറിയോ? ദൈവത്തിനാണ് ഞാൻ ഇനി കുടിക്കത്തില്ലേ. ശരി, നിങ്ങൾ വളരെ നന്ദി മാസ്റ്റർ. ശരി മാസ്റ്റർ, എല്ലാ ഭഗവതിയുടെ കയ്യിലാ. എടാ നിന്റെ ആളിപ്പം നിന്നെ നല്ലോണം നോക്കുന്നുണ്ട്. എന്തേലും ചെയ്യടാ. അവരുടെ അടുത്ത് എന്തെങ്കിലും കാണിച്ചത് പിന്നെ ഒരു കോമഡി ആവണ്ട. അതൊന്നും ആവില്ലടാ. നീ നിന്റെ ഷർട്ടൊക്കെ ഒരു ആംസൊക്കെ ഒന്ന് അത് കാണിക്കും. വേണോ? ബാക്കിയൊക്കെ ഞങ്ങള് നോക്കിക്കോളാം. ഷർട്ട് എടുത്തേക്കല്ലേ. കലക്ക് ഇപ്പൊ മോനെ, വരരുത്. അവളിപ്പൊ നോക്കിക്കോ. വന്നിട്ടുണ്ടോ നോക്ക്. ഓ, അവന്റെ ബോഡി കണ്ടില്ലേ? എടാ ഞാൻ പറയുന്നത് മാത്രം നീ ചെയ്താലേ. ഈ നാട്ടിൽ ആണഴക നീയാടാ. എടി, എന്ത് മസില നോക്കവന്. ഏത് പെണ്ണ് കണ്ടാലും വീണു പോകും. ഓ, കക്ഷി കൊള്ളാലോടി. എടി, എനിക്ക് ഇത്രയും സുന്ദരനായ ഒരാളെ കിട്ടിയെന്ന് വെച്ചോ. അവനെ അങ്ങനെ വലിച്ച് നിങ്ങളൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടത്? തുണി അലക്ക്. അളിയ എങ്ങനെയുണ്ട്? കലക്ക് മോനെ, കലക്ക് കലക്ക്. എന്നാ പിടിച്ചോ. അങ്ങനെ തന്നെ, അങ്ങനെ തന്നെ. എടി, എന്ത് പെർഫോമൻസാ കാണിക്കുന്ന നോക്ക്. അവന് ഇത്ര ടാലന്റ് ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. കക്ഷി തരക്കേടില്ല കേട്ടോ. അവൻ ഡൈവ് ചെയ്തതല്ലടി, കാല് വഴിക്ക് വീണത് അവിടെ. എടാ അളിയ, നിന്നെ കുറിച്ചാടാ അവന്മാര് പറയുന്നത്. ഓ, ഇവന്റെ കത്തി സഹിക്കാൻ പറ്റുന്നില്ല. കളിയാക്കട്ടെടാ, കളിയാക്കട്ടെ. തുണി കഴുകുന്ന സ്ഥലത്ത് തന്നെ വന്നിരിക്കോ. കണ്ടില്ലേ? കോളേജിൽ പോയാലും ഇവൻ ഇവിടെ വന്നാൽ ഒരു സമാധാനം തരില്ലല്ലോ. ഒരിക്കൽ നീ അവന്റെ വലയിൽ കൂടുങ്ങും, നോക്കിക്കോ. ഓ, വലയിൽ കൊടുങ്ങും. ഒരു നല്ല പയ്യൻ ചെയ്യുന്ന കാര്യമാണോ ഇത്? തടിയൻ തടിയൻ തടിയൻ. ഞാൻ മോഡേൺ ആണ്. ഞാൻ നിന്നെ മനസ്സിലാക്കിയതാണ്.